നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഈ ലോകം എവിടത്തേക്കാണ് പോകുന്നത്? സ്വന്തം 8 കുട്ടികളെ ഒരു പിതാവിന് എങ്ങനെ വെടിവെച്ച് കൊല്ലാൻ സാധിക്കും? എന്നാൽ അമേരിക്കയിൽ ലൂസിയാന സംസ്ഥാനത്തിൽ ഒരു പിതാവ് 31 വയസ്സ് 8-9 കുട്ടികൾ, 2 ഭാര്യമാർ, അത് 2 ഭാര്യയെ വെടിവെച്ചു. 8ഓളം കുട്ടികൾ മരണമടഞ്ഞു. എന്തൊരു നാടാണിത്? എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് വിഷയം? നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്ത്രീകളോടുള്ള വിദ്വേഷം, ഉയർന്ന നിലവാരമുള്ള മാനസികാരോഗ്യ പ്രശ്നം, ഇതാണ് ഇതിലേക്കുള്ള പ്രധാനമായ കാരണം. എന്തുകൊണ്ടാണ് ഈ പറയുന്ന വ്യക്തിക്ക് ഈ മാനസിക ആരോഗ്യ പ്രശ്നത്തിലേക്ക് ഉണ്ടായിരിക്കുന്നത്? അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ്. 22 വയസ്സിൽ പട്ടാളത്തിൽ ചേർന്നു. അവിടുന്ന് തിരിച്ചു വന്നു. അമേരിക്കയിലുള്ള പല പട്ടാളക്കാരും സാമ്പത്തികമായിട്ട് മിഡിൽ ലെവലിൽ നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളിലെ കുട്ടികൾ കോളേജിലെ ഫീസ് എന്ന് പറയുന്ന സംഭവം ലാഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ പഠിക്കുമ്പോൾ ഫ്രീ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് വാങ്ങിച്ച ഒരുപാട് കുട്ടികൾ പട്ടാളത്തിൽ പോകുന്നു. തിരിച്ചു വരുമ്പോൾ ഒന്നുമില്ലാതെ തിരിച്ചു വരുന്നൊരവസ്ഥയിൽ അവർക്കുണ്ടാകുന്ന പല മാനസിക പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഭാരങ്ങൾ, ആരോഗ്യ പരിചരണ ചെലവുകൾ, വീട്ടിലെ കലാപം, പെരുമാറ്റ പ്രശ്നങ്ങൾ, ഇവയെല്ലാം ചേർന്ന് അമിതമായ മാനസിക ആരോഗ്യ പ്രശ്നത്തിലേക്ക് ചെല്ലുമ്പോൾ പല പട്ടാളക്കാരുടെയും കുടുംബങ്ങൾ നടക്കുന്നത് വെറും കലാപം മാത്രമാണ്. ഇതിന് ഉത്തരവാദി അല്ലെങ്കിൽ ഇതിൽ അനുഭവിക്കുന്നത്, ഇത് ഇടയിൽ നിന്ന് പ്രശ്നം അനുഭവിക്കുന്നത് കൊച്ചു കുട്ടികളാണ്. ഇന്ന് 8 കുട്ടികളെ നിങ്ങൾ ഈ കുട്ടികൾ ഉണ്ടാക്കാം എന്നുള്ള കഴിവുണ്ട് എന്നും കരുതി കുട്ടികളെ ഉണ്ടാക്കരുത്. കാരണം അതുകൊണ്ടാണ് സർക്കാരുകൾ, എല്ലാ രാജ്യങ്ങളും സർക്കാരുകൾ പലതരത്തിലുള്ള ഈ പറയുന്ന പരിപാടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആരോഗ്യമല്ല, നമ്മുടെ കുടുംബ ആസൂത്രണ പരിപാടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 8 കുട്ടികൾ എങ്ങനെയാണ് ഒരു പട്ടാളക്കാരൻ, മുൻ പട്ടാളക്കാരന് 8 കുട്ടികളെ പോറ്റാൻ സാധിക്കുന്നത്? കാരണം ഇപ്പോൾ ട്രംപ് വന്ന ശേഷം പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മാനസികാരോഗ്യത്തെ ബാധിച്ചിരിക്കാം. 8 കുട്ടികളെ പോറ്റുക, 2 കുട്ടികളെ പോലും പോറ്റാൻ സാധിക്കില്ല നമ്മുടെ കാട്ടിൽ. അവരുടെ ചിലവുകൾ, അവരുടെ ഭക്ഷണം മാത്രം പോലുള്ള വസ്ത്രം, പാർപ്പിടം, പിന്നെ വിദ്യാഭ്യാസം. 8 കുട്ടികൾ, ആ ഒരു മാനസികമായ തീക്ഷ്ണമായ അവസ്ഥ ആലോചിച്ച് നോക്കുക. കാരണം അത്രയധികം സാമ്പത്തികമായ പ്രശ്നങ്ങളും ആ വന്നപ്പോൾ അദ്ദേഹം ചെയ്തു പോയിരിക്കുന്ന ഒരു മനുഷ്യനായി മാറുന്നില്ല, ഒരു പിശാചായി മാറിയിരിക്കുകയാണ് ആ നിമിഷം കൊണ്ട്. ഇത് ലോകത്തിന് മുഴുവൻ നമ്മൾ ഇതൊരു വലിയൊരു പാഠമാണിത്. ഇതിനിടയ്ക്ക് സംഭവിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ഈ പ്രശ്നം വന്നു പോകുന്നത് ശരിയല്ല. 8 വയസ്സുള്ള കുട്ടികളെ കുന്തിരി, സ്ത്രീകളുള്ള അമിതമായിട്ടുള്ള വിദ്വേഷം, അതാണ് പലർക്കും ഈ പട്ടാളക്കാർ PTSD എന്ന് പറയുന്ന പോസ്റ്റ് ട്രോമ സ്ട്രെസ് ഡിസോർഡർ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളെ കൊണ്ട്. അത് വലിയ കഥയുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ എന്ന് പറയുന്നത് ചികിത്സ കിട്ടുന്നില്ല പലർക്കും. അതിൻ്റെ വ്യക്തമായ ഫലം അനുഭവിച്ചിരിക്കും. ഇത് പല അമേരിക്കൻ കുടുംബങ്ങളിലും. ശരിയാണ്, അമേരിക്ക എന്ന് പറയുമ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ വലിയൊരു രാജ്യമാണ്. പക്ഷേ പലരും വിമുക്ത ഭടന്മാരുടെ അവസ്ഥ എന്ന് പറയുന്നത് പലരും മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായിട്ട്. കാരണം ചെറുപ്പകാലഘട്ടത്തിൽ ആർമിയിൽ ചേരുമ്പോൾ ആർമിയിലെ ജീവിതം എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കില്ല. പല യുക്തിപൂർവമല്ലാത്ത പല കാര്യങ്ങളും ചെയ്യുന്ന സാഹചര്യത്തിൽ ചെയ്തു പോകുമ്പോൾ അവർക്ക് ഈ PTSD പോലുള്ള പ്രശ്നങ്ങൾ വരും. ആ അസുഖങ്ങളുമായി അസുഖമല്ല, ആ മാനസികാവസ്ഥയുമായി തിരിച്ചു വരുമ്പോൾ കുടുംബത്തിൽ ഒറ്റപ്പെടും, സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ ഒരു പക്ഷേ കല്യാണം കഴിക്കും. അങ്ങനെ വീട്ടിലെ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ വന്ന അവസാനം തോക്കെടുക്കുന്ന പട്ടാളക്കാർ എന്നും അമേരിക്കയിൽ പുതിയ സംഭവമല്ല. തോക്ക് എല്ലാവർക്കും വാങ്ങാം. ഇവിടെ ആർക്കും വാങ്ങാൻ പറ്റുന്നൊരു കാര്യമാണ് തോക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ തോക്ക് വാങ്ങുന്നു, അതിൽ കൂടെ ജീവിതം അവസാനിപ്പിക്കുന്ന കൂടെയുള്ള ആളുകളുടെ ഇതൊരു വലിയൊരു ഡിസോർഡറാണ്. ഇതിന് പരിഹാരം എന്നുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൽ ഈ വ്യക്തിയുടെ പ്രശ്നം എന്ന് പറയുന്നത് 8 കുട്ടികളും അദ്ദേഹം തിരഞ്ഞെടുത്ത പാതയുമാണ്. കാരണം എന്താ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞൂല. പക്ഷേ നശിച്ചിരിക്കുന്നു, 8 കുട്ടികളുടെ ജീവിതം അവസാനിച്ചിരിക്കുന്നു. ആ കുട്ടികൾക്ക് വേണ്ടി ഒരു നിമിഷം നമ്മൾ കണ്ണുകളടയ്ക്കാം. എന്തായാലും ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ.